ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സന്ദർശനം ആരംഭിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന പ്രാദേശിക അസ്ഥിരതയ്ക്കിടെ ഇന്ത്യ ക്ക് ശക്തമായ പിന്തുണ നൽകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തുകയുണ്ടായി. ന്യൂഡൽഹി അബുദാബിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞിരിക്കുകയാണ്. ഈ ഇന്ത്യ റിലേഷൻ അവിശ്വസനീയമായ രീതിയിൽ ദൃഢമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില കാരണങ്ങളുണ്ട്. ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വെറും ഒരു വ്യാപാര പങ്കാളിത്തം എന്നതിനപ്പുറം 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പായിട്ട് മാറിയിരിക്കുകയാണ്. 2026 മെയ് മാസം, അതായത് മെയ് 15-ാം തീയതി, ഇന്നേ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് എത്തിയ സമയത്ത് സവിശേഷമായൊരു സ്വീകരണമാണ് അദ്ദേഹത്തിനായിട്ട് ഒരുക്കിയത്. വ്യോമസേനയുടെ F-16 വിമാനങ്ങൾ അകമ്പടി സേവിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യിലേക്ക് ആനയിച്ചത്. ഏറ്റവും അടുത്ത സഖ്യകക്ഷികൾക്ക് മാത്രം നൽകുന്ന ഒരു ആദരവാണിത്. പലപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് പോലെയുള്ള വളരെ സൂപ്പർ പവർ രാജ്യത്തിന്റെ ഒക്കെ ഭരണാധികാരി വരുന്ന സമയത്ത് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമോ സഖ്യകക്ഷിയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത്. ഇന്ത്യയെ എങ്ങനെയാണ് കാണുന്നത് എന്നത് ഈ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യ വെറും ഒരു പങ്കാളിയായിട്ടോ സാധാരണ ഒരു സുഹൃത്തായിട്ടോ അല്ല കാണുന്നത്. ഒരു സഖ്യകക്ഷിയെ പോലെയാണ് ഇന്ത്യ പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ വ്യോമസേന F-16 വിമാനങ്ങളുടെ അകമ്പടി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായിട്ട് ഒരുക്കിയത്. ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ഇപ്പോൾ വെറും എണ്ണ വ്യാപാരത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ കടന്നിരിക്കുകയാണ്. 2032ഓടെ ഇത് $200 ബില്യൺ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ഇന്ത്യക്കൊപ്പം വളരുക എന്നൊരു നയം സ്വീകരിക്കുന്നുണ്ട്. അതായത് ഇന്ത്യ വളരെ ശക്തമായ രീതിയിൽ വേഗത്തിൽ വളരുകയാണ്. സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഒരു വികസിത രാഷ്ട്രമാണ്. ധാരാളം എണ്ണ സമ്പത്തുണ്ട്, വളരെ വികസിതമാണ്. പക്ഷേ എന്നിട്ടും ഇന്ത്യക്കൊപ്പം വളരുക എന്നത് ആഗ്രഹിക്കാൻ മറ്റു ചില കാരണങ്ങളാണുള്ളത്. എക്കണോമിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പെർ ക്യാപിറ്റയും പെർ ക്യാപിറ്റയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ധാരാളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായി നോക്കിയാൽ ടോട്ടൽ GDP ഇന്ത്യ യേക്കാൾ വളരെ മുന്നിലാണെങ്കിലും പെർ ക്യാപിറ്റയിലും സമ്പത്തിലും വളരെ മുന്നിൽ നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. എന്ന് വെച്ചാൽ മനുഷ്യരുടെ ജീവിത നിലവാരം ഇന്ത്യയിലുള്ളതിനെ അപേക്ഷിച്ച് യിൽ താരതമ്യേന കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു വികസിത രാഷ്ട്രമായി തോന്നുമെങ്കിലും ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഒരു സ്വതന്ത്ര ഫോറിൻ പോളിസി പിന്തുടരണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അതിനവർക്ക് കഴിയാറില്ല പൊതുവെ. എന്ന് മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഉൾപ്പെടെയുള്ള പല ഗൾഫ് രാജ്യങ്ങളെയും ഇന്നീ കാണുന്ന നിലയിൽ കെട്ടിപ്പൊക്കിയതിൽ ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവരുടെ പങ്ക് വളരെ വലുതാണ്. ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടി, എണ്ണ ആവശ്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുമ്പോൾ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ക്ക് മറ്റ് രാജ്യങ്ങളെ, വിശേഷിച്ച് ഇന്ത്യയും അമേരിക്കയും ചൈനയും ഒക്കെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ അവിടെ ഇന്ത്യ കാണുന്നത് ഒരു മികച്ച സഹോദര രാജ്യമായിട്ടോ ഒരു പങ്കാളിയായിട്ടോ ആണ്. അമേരിക്ക ഇന്ന് ക്ക് ഒരു സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് അമേരിക്ക യുടെ കൂടെ ഉണ്ടെങ്കിലും ഇന്ത്യ കാണുന്നത് ഭാവിയിലെ സുരക്ഷയായിട്ട് കൂടിയാണ്. ഇന്ത്യക്കൊപ്പം വളരുക എന്ന് പറയുന്നത് ഇന്ത്യയെ പോലെ ഒരു ഫോറിൻ പോളിസി, അതായത് ആരോടും വിധേയത്വമില്ലാതെ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു ശക്തിയായിട്ട് മാറുക, അത്തരം ഒരു ഫോറിൻ പോളിസി ആഗ്രഹിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യാ രംഗത്ത്, ടെക്നോളജി രംഗത്ത് നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ ലോകത്തെ ഏതൊരു രാജ്യത്തെയും അതിശയിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ കാണാൻ കഴിയുമെങ്കിലും അതൊന്നും വികസിപ്പിച്ചെടുക്കുന്നതല്ല. പലതും അമേരിക്കൻ കമ്പനികളും ചൈനീസ് കമ്പനികളും അല്ലെങ്കിൽ യൂറോപ്യൻ കമ്പനികളും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ടെക്നോളജികൾ ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് ആണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പോയി കഴിഞ്ഞാൽ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും അവിടെ കാണാൻ കഴിയും. എന്നാൽ ഇത് കണ്ടെത്തുന്നതോ ഇത് മാനുഫാക്ചർ ചെയ്യുന്നതോ അല്ല എന്നതാണ് മറ്റൊരു കാര്യം. അപ്പൊ ആഗ്രഹിക്കുന്നത് ഇന്ത്യയെ പോലെ തന്നെ ഒരു മാനുഫാക്ചറിങ് പവർ ആവണം, ഇന്ത്യയെ പോലെ സാങ്കേതിക വിദ്യാ രംഗത്ത് വളരണമെന്ന് ക്ക് ആഗ്രഹമുണ്ട്. സോ ഇന്ത്യയുമായിട്ട് എല്ലാ മേഖലയിലും സഹകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ട്രസ്റ്റബിൾ പാർട്ണർ ആയിട്ടാണ് കാണുന്നത് ഇന്ത്യയെ. അതായത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പങ്കാളി. ഒരുപക്ഷെ യിലെ രാജകുടുംബങ്ങൾ ഇന്ത്യയുടെ ഒരു നിലപാട് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ഒരിക്കലും ഒരു രാജ്യത്തെയും ചതിക്കാനോ വഞ്ചിക്കാനോ കൂടെ നിന്ന് കാലുവാരാനോ അങ്ങനെയുള്ള യാതൊരു രീതിയിലും ഇന്ത്യ പെരുമാറാറില്ല.
ഇന്ത്യയിൽ സംഭവിക്കാവുന്ന ഒരു കാര്യം, നേരത്തെ എല്ലാവരും പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന ഒരു കാര്യം, ഹിന്ദുത്വവാദികൾ അധികാരത്തിൽ വരുമെന്നുള്ളതായിരുന്നു മുൻകാലങ്ങളിൽ. അപ്പോൾ എപ്പോഴും മറ്റ് രാജ്യങ്ങൾ കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത്, ഇന്ത്യയുമായിട്ട് ഇടപെടുന്ന സമയത്ത് അവർ ആശങ്കപ്പെട്ടൊരു കാര്യം, ഇന്ത്യയുമായിട്ടൊരു സ്ട്രോങ് റിലേഷൻ ഉണ്ടാക്കിയാൽ തന്നെ ഭാവിയിൽ ഒരു തീവ്ര വലതുപക്ഷ ഹിന്ദുത്വ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ BJP പോലൊരു പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും അവരുടെ ഫോറിൻ പോളിസി എന്ന കാര്യത്തിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കൊക്കെ വലിയ സംശയമുണ്ടായിരുന്നു. കാരണം അങ്ങനെയുള്ള പ്രചാരണങ്ങൾ പാകിസ്ഥാനൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ നരേന്ദ്രമോദി 2014 മുതൽ അധികാരത്തിലിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫോറിൻ പോളിസി, നയങ്ങൾ, അദ്ദേഹത്തിന്റെ വിവിധ വിഷയങ്ങളിലുള്ള നിലപാടുകളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം രാജ്യം ഫസ്റ്റ്, നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന പോളിസിയാണ് അദ്ദേഹം പിന്തുടരുന്നത്. ഇന്ത്യയുടെ വളർച്ച, ഇന്ത്യയുടെ സുരക്ഷ, ഇന്ത്യയുടെ നിലനിൽപ്പ്, അതോടൊപ്പം തന്നെ ലോകത്ത് ആരെയും ഉപദ്രവിക്കേണ്ട കാര്യം ഇന്ത്യക്കില്ല, എല്ലാവരുമായും സഹകരിക്കുക, വസുദൈവ കുടുംബകം എന്ന കോൺസെപ്റ്റിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണമാണ് നരേന്ദ്രമോദി നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും പറഞ്ഞ് പ്രചരിപ്പിച്ച പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ഒരു മികച്ച വിശ്വസ്തനായ പങ്കാളിയാണ് ഇന്ത്യ എന്ന് UAE മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് UAE ഇന്ത്യയുമായിട്ട് വളരെ നല്ലൊരു ബന്ധം ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് UAE. ഒരു പ്രധാന നിക്ഷേപക രാജ്യമാണ്. 2026 പുതിയ കരാറുകൾ പ്രകാരം ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ, ഫിനാൻഷ്യൽ സെക്ടറുകളിൽ $5 ബില്യൺ നിക്ഷേപമാണ് UAE ലക്ഷ്യമിടുന്നത്. ഫിൻടെക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ഗ്രീൻ ഹൈഡ്രജൻ എന്നിവയിൽ ഇരു രാജ്യങ്ങളും സഹകരണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഗൾഫ് മേഖലയിലും സമാധാനം നിലനിർത്തുന്നതിൽ ഇന്ത്യ ഒരു നിർണായക ശക്തിയായിട്ടാണ് UAE കാണുന്നത്. ആഗോള വ്യാപാരത്തിന് നിർണായകമായ ഹോർമുസ് കടലിടുക്ക് സ്വതന്ത്രവും സുരക്ഷിതവുമായിട്ട് നിലനിർത്തുന്നതിന് രണ്ട് രാജ്യങ്ങളും മുൻഗണന നൽകുന്നുണ്ട്. ഇന്ത്യ നേരത്തെ ഏറ്റവും അധികം ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയെ പോലെ തന്നെ UAEയും സൗദിയും ഒക്കെ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ്. പക്ഷെ ഇന്ത്യ ഇന്ന് ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്നതിൽ നിന്ന് ആയുധം ഉൽപ്പാദിപ്പിക്കുന്ന, കയറ്റുമതി ചെയ്യുന്ന രാജ്യം എന്ന നിലയിലേക്ക് മാറുകയാണ്. UAEക്ക് ഇതിനോട് വലിയ താല്പര്യമുണ്ട്. പ്രതിരോധ സാമഗ്രികളുടെ സംയുക്ത നിർമ്മാണത്തിലേക്കും രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിലേക്കും രണ്ട് രാജ്യങ്ങളും ബന്ധം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. UAEയിൽ താമസിക്കുന്ന 45 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഈ ബന്ധത്തിന്റെ നട്ടെല്ല് കൂടിയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യൻ സമൂഹത്തോട് UAE രാജകുടുംബം കാണിക്കുന്ന കരുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തെ രാഷ്ട്രീയത്തിനപ്പുറം വൈകാരികമായ ഒന്നാക്കി മാറ്റുകയാണ്. ഇന്ത്യയും UAEയും ഇപ്പോൾ വെറും പങ്കാളികൾ മാത്രമല്ല, മറിച്ച് പരസ്പരം അവിഭാജ്യമായ രാജ്യങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യക്ക് ഊർജ്ജ സുരക്ഷയും വിദേശ വിപണിയുമാണ് UAE നൽകുന്നത്. പകരം UAEക്ക് വലിയൊരു വിപണിയും സാങ്കേതിക വൈദഗ്ധ്യവും സുരക്ഷാ പിന്തുണയുമാണ് ഇന്ത്യ നൽകുന്നത്. UAEയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോവുക പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യമായിട്ടുള്ള ഇന്ത്യയുമായിട്ടുള്ള പങ്കാളിത്തത്തിന് വലിയ പ്രാധാന്യം അവർ കൽപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, സമീപകാലത്തായിട്ട് ഇന്ത്യ കൈവരിച്ചിരിക്കുന്ന വളർച്ചയും സൈനികവും സാമ്പത്തികവുമായി കൈവരിച്ച ശക്തിയും UAEയെ ഇന്ത്യയുമായി ഒരു ലോങ് ടേം റിലേഷൻ ബിൽഡ് ചെയ്യുന്നതിൽ വളരെയധികം പ്രേരിപ്പിക്കുന്നുണ്ട്. നാളെ UAEയുടെ സുരക്ഷയിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ പോകുന്ന രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഇന്ത്യ തന്നെയായിരിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി മാറുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.